ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഒന്ന് പുറത്തോട്ട് പോകാൻ നിൽക്കുന്നത്. ഡോറൊക്കെ അടച്ച ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കുറച്ച് ദിവസമായി എല്ലാവരും കൂടെ പുറത്ത് പോകണം എന്ന് പറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒന്നും നടക്കുന്നില്ല. പിന്നെ ഇച്ചിരി വെയിൽ കണ്ടപ്പോൾ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് അന്തേവാസികളും കൂടെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങോട്ട് പോവാം. ഒരു ഷോർട്ട് പീരീഡ് വ്ളോഗ് ആയിരിക്കും. മേ ബി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം. മറ്റതുപോലെ വലിച്ചു കിട്ടത്തില്ല. എല്ലാ അന്തേവാസികളും കൂടെ ഉണ്ട്. UK വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ മീറ്റ് ചെയ്ത കുറേ പിള്ളേരുണ്ട് ഇവിടെ. അവരെല്ലാവരും ഇന്നത്തെ ഈ വ്ളോഗിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഹായ്, ആദ്യത്തെ മുതലാണ് ആൽബിൻ കെ രാജു കുറ്റിക്കുഴിയിൽ. രണ്ടാമത്തെ മുതലാണ് ആഗ്നൽ വീട്ടിലോട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ഡോൺ തലൈവ. ഈ തലവനാണ് സെൻട്രൽ ലണ്ടന്റെ വീഡിയോക്കകത്ത് അവസാനം ടാറ്റ പറയിപ്പിക്കുന്നത്. ഞാനിങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു തേരാപ്പാര വീഡിയോ ആണ്. തെക്ക് വടക്ക് വീഡിയോ. ഒരു ഈവനിങ് വോക്ക് കം വീട്ടിനകത്തെ ബോർഡി മാറ്റൽ എല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ട്രൈ ചെയ്യുന്നത്. നല്ല ആംബിയൻസ് നോക്കി നടക്കുകയാണ്. എവിടെയെല്ലാം പോയി കുറച്ചേരം ഇരിക്കാനായിട്ട് ഒരു രക്ഷയില്ല. ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വണ്ടികളും വീടുകളും കഴിഞ്ഞിട്ട് ഒരു സാധനം ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ പണി ചെയ്തിട്ട് കാശ് കിട്ടാഞ്ഞ ഒരു പെട്രോൾ പമ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരു ഇവൻ 40 മണി തന്നെ പടുത്തിട്ട് കാശ് ട്രെയിനിങ് എന്ന് പറഞ്ഞ് പറ്റിച്ചവര് 40 മണിക്കൂർ ജോലി ഇട്ട് അവര് കാശ് കൊടുത്തില്ല. നല്ല സങ്കടമുണ്ട്. എന്ത് ചെയ്യാൻ? ആദ്യത്തെ പടി UK വന്നതിന്റെ ആദ്യത്തെ പടിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവന്റെ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കോമഡികളൊക്കെ കിട്ടും. ഇവൻ തൊടുന്ന എല്ലാ ജോബിനും അവൻ അപ്ലൈ ചെയ്ത എല്ലാ ജോബിനും അവര് വിളി വരും. അവൻ പോയി 2 ദിവസം ട്രെയിനിങ്, അത് കഴിച്ച് തിരിച്ചു വരും. കാശ് കിട്ടിയോ? ഇല്ല, കാശില്ല. എല്ലാം പറ്റിയില്ല. ഒരു സാധനം അവരെല്ലാത്തിനും അപ്ലൈ ചെയ്യും, പോവും, 2 ദിവസം പണിയെടുക്കും, തിരിച്ചു വരും. എന്താണ് കാശ് കിട്ടിയോ? കാശില്ല. എല്ലാം ട്രെയിനിങ്. അത് കാരണം ഇപ്പൊ മുൻകൂട്ടി ചോദിക്കും, ട്രെയിനിങ് ആണോ കാശ് ഉണക്കിയാണോ? ഇതൊട്ടെങ്കിൽ മാത്രം അറിയാൻ പോകത്തുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ സംഭവം. രണ്ടാമന്മാർ തുടങ്ങിയിട്ടുണ്ട് ഫോൺ വിളിച്ച് സ്ലോ മോഷൻ നടന്നു. സെൻട്രൽ ലണ്ടൻ്റെ വീഡിയോക്കകത്ത് അവനെ ഞാൻ മൊത്തം ഉൾക്കൊള്ളിച്ചില്ല. അവനെ അവസാനം ടാറ്റ പറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് ജോലില്ല സങ്കടം. അതങ്ങനെയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ലണ്ടനിൽ ചെന്ന് തിരിച്ച് വീട്ടിൽ കയറണം വരെ അവൻ ഫോണിനകത്തായിരുന്നു. നാട്ടിൽ നിന്ന് കൂട്ടുകാരെല്ലാം കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ അവനകത്ത് വീഡിയോക്കകത്ത് കയറ്റിയാൽ തന്നെ ഇവനീ അലച്ചോണ്ടിരിക്കുന്നല്ലേ വീഡിയോക്കകത്ത് കേൾക്കത്തുള്ളൂ. എനിക്ക് വല്ലത് പറയാനുള്ള ഗ്യാപ്പ് കിട്ടട്ടെ. അതുകൊണ്ടാണ് പർപ്പസ്ഫുള്ളി കട്ട് ചെയ്തത്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, എൻ്റെ അപ്പിയറൻസ് ഉണ്ട്. ഞങ്ങൾ ചെറുതായിട്ട് കോസ്റ്റ്യൂംസ് എൻ്റെ എല്ലാ വീഡിയോക്കകത്തും എൻ്റെ എല്ലാ ഫോട്ടോയ്ക്കകത്തും എൻ്റെ ജാക്കറ്റ്, ഈ റെഡ് ജാക്കറ്റാണ് എൻ്റെ വീഡിയോക്കകത്ത് എപ്പോഴും ഉള്ളത്. ഞങ്ങൾ ജസ്റ്റ് കോസ്റ്റ്യൂം സ്വാപ്പ് ചെയ്തു. എങ്ങനെയുണ്ട്? UK വരുന്ന സ്റ്റുഡൻസിന് ഒരു ടിപ്പാണ്, നിങ്ങൾ അകത്തിടുന്ന, അതായത് നോർമൽ ടീഷർട്ട്സ് കാര്യങ്ങൾ കുന്നുകണക്കിന് മേടിച്ചില്ലെങ്കിലും പുറത്തിടുന്ന ജാക്കറ്റ് 3-4 മേടിക്കുക. അതിലേറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇത്. ഞാൻ നടന്നു വരുന്ന ഒരുത്തൻ. അവൻ ശമ്പളം കിട്ടും, ആദ്യമേ പോയി ഡ്രസ്സ് മേടിക്കും, അല്ലെങ്കിൽ ജാക്കറ്റ്, ഷൂ മേടിക്കും. ഇതാണ് ആശാൻ്റെ പ്രധാന പണി. അടുത്തവൻ UK വന്നിട്ട് ഇപ്പോൾ ഒരു മാസം ആയിട്ടേ ഉള്ളൂ. അവൻ വളർന്നു വരുന്നൊരു പൈതലാണ്. ജോലി കിട്ടിക്കഴിയുമ്പം അവനും തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്, പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ നടന്ന് കഴിഞ്ഞ ദിവസത്തെ 1 ഇയർ എക്സ്പീരിയൻസ് വീഡിയോ ചെയ്യാൻ വന്നതിൻ്റെ ലാസ്റ്റ് ലൊക്കേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലൊക്കേഷൻ, ആക്ച്വൽ ലൊക്കേഷൻ ഇവിടുന്ന് 1 മണിക്കൂർ ഇനിയും ട്രാവൽ ഉണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സൂര്യൻ വീട്ടിൽ പോകും. സൂര്യൻ താന്നു പോകുന്ന ഏതെങ്കിലും ഒരു നല്ല ലൊക്കേഷൻ പിടിച്ചാണ് ഈ പോകുന്നത്. പക്ഷേ അരമണിക്കൂറിനാണ് സൂര്യൻ്റെ വീട്ടിൽ പോകും. ഞങ്ങൾ തിരിച്ച് നടക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പേടി. ഇപ്പം പറഞ്ഞ ലൊക്കേഷൻ അവന് വഴി അറിഞ്ഞുകൂടാ, അവൻ മറന്നുപോയി. ഇതിപ്പോൾ ടോണി ചേട്ടൻ പറഞ്ഞെടുത്ത് പോവാം. ഞാൻ പറഞ്ഞോ അതേ കാണുന്നത്, വലതുവശത്ത് കാണുന്ന പള്ളി. പരിപാടിയിലാക്കുവോ? എവിടെയാ?
അവന് പോലും അറിയത്തില്ല എങ്ങോട്ടാ പോകണ്ടെന്നുള്ളത്. വരുന്ന എക്സൈറ്റ്മെന്റില് ക്രിസ്റ്റോടെ ജാക്കറ്റ് കയറുന്നില്ല, സ്മോൾ സൈസ് ആയി പോയി. കൂടെ ഉള്ളവരുടെ ജാക്കറ്റ് ഇട്ടോട്ട് വന്നേക്കാം, അവരുടെ കയറുന്നുമില്ല. അത് ഇവിടെ പറ്റത്തില്ല. ഈ വഴി എടാ വണ്ടി ചാടല്ലേ തീർത്ത്. ഇതാണോ വഴി? ബസ് അടയാകല്ലേ അലിബായ് എന്തി അച്ചടിക്കൂ. തിരിച്ചു വരുമ്പോ മതിയോ ഡ്രൈ ഫ്രൂട്ട്സ്? ടോണിയുടെ 1 മില്യൺ അടിക്കാൻ പോകുന്ന വീഡിയോ ചാത്തൻ പോലെ അടിപ്പിക്കും. ഇവന്റെ ഐക്കോണിക് ആയിട്ടുള്ളൊരു സൗണ്ടാണത്. എന്നെങ്കിലും എന്നാ പറയാ, ജനാർദ്ദന്റെ ഒരു ജൂനിയർ പാട്ടത്. എല്ലാം ഇങ്ങനെ ബാസ് കൂട്ടിയേ പറയത്തുള്ളൂ. വീട്ടിലോട്ട് കയറി വരുമ്പോ പറഞ്ഞ ഹരി വട്ടുത്രി. മുതലാളിയുടെ പേര് പറഞ്ഞിട്ട് എല്ലാത്തിനും കോഡ് പറയാതെ ഹരി വട്ടുത്രി എന്ന് പറഞ്ഞാൽ ഡോർ പറയാൻ തോന്നു കൊടുക്കത്തുള്ളൂ. പക്ഷെ ഇത് വേറെ ഡിസ്റ്റൻസ് അറിയോ, ഇതൊന്നും വ്ലോഗ് വരത്തില്ല. ഇപ്പൊ ആരുടെയും ഫോണിനകത്തോണ്ട് അല്ല ഞാൻ ഇങ്ങനെ തന്നെ വ്ലോഗ് വീഡിയോ ഒക്കെ എത്തിടും, കാരണം ഒന്നും കട്ട് ചെയ്യാനൊന്നും പോകത്തില്ല. അല്ലാത്തപ്പോ എങ്ങനെ ഏത് സമയം പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിനകത്ത് ഫോണാ. പിന്നെ എങ്ങനെയാ എല്ലാവർക്കും റിലേഷൻഷിപ്പിലായതുകൊണ്ടുള്ള വിഷയം. അതിനാ സിംഗിൾ ആയിട്ട് നടക്കണം. സിംഗിൾ അതിന്റെ സൈഡിൽ കൂട്ടി ഇരുന്ന് മോങ്ങുകയും വേണം. തണുത്ത് കാണുന്നത് എന്റെ വിരലൊന്നും അനങ്ങാണ്ടായി. അതാണ് ഞാൻ ഈ ചൂട് പിടിപ്പിക്കാൻ നോക്കുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല, കൈയൊക്കെ ചുമന്ന് അടുത്ത കഴിഞ്ഞ് നീലയാ, അതിൻ്റെ അപ്പുറത്ത് ചാവും. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ബെഡ്ഫോൺ ലേക്ക്, ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ആക്നിൽ ഇവിടെ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയണേ. ആക്നിൽ ഏതോ കാട്ടിക്കൂടെ ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്, അറിയത്തില്ല എങ്ങോട്ടാ പോണത്. തണുപ്പൊന്നും ഒരു പ്രശ്നമല്ലെന്ന് പറയുന്നുണ്ട്. വിറക്കുന്നുണ്ട് നന്നായിട്ട്. നല്ല കാര്യമായിട്ടുള്ള തണുപ്പുണ്ട് കേട്ടോ. എന്താ ഇതെന്താ അറിയത്തില്ല. വഴി മാറിപ്പോയി. അവസാനം ഈ വർഷത്തെ ട്രോള് വീഡിയോ ആയിട്ട് ഇത് വരും. അങ്ങോട്ടാ കാണിക്കുന്നേടാ. പൈസ കൊടുക്കാതുള്ള ഷോർട്ട് കട്ടാണ് നോക്കണേ. നമ്മള് പൈസ കൊടുക്കുന്ന ഷോർട്ട് കട്ടിൽ കൂടെ പോയതാണ്. ഇത്രേ ഉള്ളൂ. വീഡിയോ എടുക്കുമ്പോ ഫോൺ വിളിച്ച ഞാൻ അത് കട്ട് ചെയ്താണ്. സോറി, ഫോൺ വിളിക്കാൻ ആരുമില്ല. പക്ഷെ അവിടെ ഡേറ്റിംഗ് ആപ്പിലെല്ലാം ഉണ്ട്. അതെ, ടോണി 5 ഡേറ്റിംഗ് ആപ്പാണ്. 5-നകത്ത് അക്കൗണ്ട് ഉള്ള ഒരുത്തനാണ് ടോണി. ടോണി റൊമാൻറ്റിക് ഹീറോ. ടോണിക്ക് തച്ചിരുന്ന് എഴുതിയ ആള് വകുപ്പ് അത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. തച്ചിരുന്ന് ഡിലീറ്റ് ചെയ്യാം. വെട്ടി കുറയ്ക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കാറുണ്ട്. ഇതെങ്ങോട്ടാ കൊറേ ആയല്ലോ ബെഡ്ഫോണിലേക്ക് അങ്ങോട്ടൊന്ന് കാണിക്കണേ. ഇവൻ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇവരൊന്നും ഒരു തേങ്ങ അറിയത്തില്ല. ഇവരൊരു തേങ്ങ അറിയത്തില്ല. ഇവരൊന്നും പോന്നിട്ടുണ്ടെന്നൊക്കെ പറയണം, പക്ഷെ അറിയത്തില്ല. അതെ, തണുത്ത് കുറച്ചുകൊണ്ട് ടോണി. നിങ്ങളെന്റെ കൈ കണ്ടോ? എന്റെ കൈ ചുമന്ന് ഒരു പരുവായി. ഞാൻ ലഡാക്കിൽ പോയപ്പോഴും എന്റെ കൈ ഇങ്ങനെ ചുമന്നിട്ടില്ല. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെ എനിക്ക് വഴിതെറ്റത്തില്ല. ഉറപ്പാണോ? ഉറപ്പാ, 100%. ഞാൻ ലോക്ക് ചെയ്ത് 100% ഉറപ്പൊക്കെ പറയുന്നുണ്ട്. ഇത് തന്നെയാണ്. ഓ, ഇത് തന്നെ കുളം കണ്ട് രക്ഷപ്പെട്ട്. അല്ല, കയറിക്കോ. ഞാൻ ജാക്കറ്റ് പിന്നെ മേടിച്ചോ. എന്താണോ ഞാൻ കടക്കത്തില്ല ഇതിനകത്ത് കൂടെ.
വേണം. ഇവിടെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ പറമ്പിലൊക്കെ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ പാമ്പ് പഴുതാര ഐറ്റംസ് ഇല്ലാതെ നോക്കണം. പിന്നെ ഇങ്ങനത്തെ ബോർഡ് ഉണ്ടോയെന്നും നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസുകാർ തൂക്കിയെടുത്തുകൊണ്ട് പോകും. ട്രസ്പാസിങ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വനംവകുപ്പ് കൊണ്ടുപോകുന്ന പോലെ. പ്രൈവറ്റ് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇതെനിക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. ഫ്രീ ആയിട്ട് എടുത്തിട്ട് പോവാം. അല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ടുപോകും. അല്ലെങ്കിൽ അപ്പുറത്തെ പൈസ കൊടുത്ത് കറണ്ട്. കാര്യമായിട്ടുള്ള സൺസെറ്റ് ഫോട്ടോഗ്രാഫിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആപ്പിൾ ഫാൻ ബോയ്സും സാംസങ് ഫാൻ ബോയ്സും കാര്യമായിട്ട് നിന്ന് ഫോട്ടോ എടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നാൾ കൂടിയാണ് ഇപ്പം ഇങ്ങനെ ഒന്ന് നടക്കാനിറങ്ങുന്നത്. വീഡിയോ എടുക്കാനായിട്ടല്ലാതെ പുറത്ത് പോകാറേ ഇല്ലായിരുന്നു. അതാ പറഞ്ഞത്, ഒറ്റയ്ക്കുള്ളപ്പോഴും കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുന്നതിന് ഗുണം. ഒറ്റയ്ക്കുള്ളപ്പം മൂഞ്ചി കുത്തി വീട്ടിനകത്തിരിക്കും, ഫ്രണ്ട്സ് ഉള്ളപ്പം പുറത്തിറങ്ങാൻ നോക്കും. നല്ലൊരു വൈബാണ്. പുറകോട്ടൊക്കെ ആണല്ലോ നോക്കിയാൽ നല്ലൊരു ലേക്ക്. ഈ തണുപ്പത്തും മാസ്ക് വെച്ച് നടന്നിട്ട് മാസ്ക് ഇല്ലാതെ നടക്കുമ്പോൾ ഒറ്റ പ്രശ്നമുള്ളൂ, മൂക്കിൽ ഇങ്ങനെ വെള്ളം പൊത്തൊട്ടിരിക്കും. വെള്ളം വരുന്ന പോലെ തോന്നും, വെള്ളം വരത്തില്ല. പക്ഷേ അതാണ് സത്യം. നല്ല കാറ്റുണ്ട്. എൻ്റെ കൈയൊക്കെ മരച്ചൊരു വിധമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് ക്യാമറ ഓഫ് ചെയ്യുന്നു. സി യു ലേറ്റർ. ബൈ ബൈ. ഫോട്ടോഗ്രാഫി സെക്ഷനൊക്കെ കഴിഞ്ഞു. ഈവനിങ് പോക്കും കഴിഞ്ഞു. തണുപ്പും കഴിഞ്ഞു. സൂര്യപ്രകാശവും പോയി. അതുകൊണ്ട് ഞാൻ തിരിച്ച് പയ്യെ നടക്കുന്നത്. തണുക്ക് കഴിഞ്ഞില്ല, കൈയെല്ലാം തീരുമാനമായി. പോടാ പട്ടി. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നത്. ഗേറ്റ് ഒന്നുമില്ല, സൈഡിൽ കൂടെ ഇറങ്ങണം. ഇതുവഴി സെമിത്തേരി. എനിക്ക് കിടന്ന് ഉറങ്ങണ്ടതാ. പോ. നമുക്ക് തിരിച്ചു നട്സും വേണ്ടി പാലും മേടിക്കുന്നു. കുട്ടനാട്ടനെ വെച്ചേക്കുന്നു. എല്ലാരും വരുമോ? മര്യാദക്ക് എന്തെങ്കിലും പൊട്ടുണ്ടാക്കാൻ വേണ്ടി. എനിക്ക് നാരങ്ങ വെള്ളം. എനിക്ക് മുട്ട പപ്സ്. ഇനി മിക്കവാറും നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കുക, വീട്ടിൽ പോവുക. ലെറ്റ്സ് ഗോ ഫോർ എ പർച്ചേസ്. എന്നാ എടുക്കുന്നത്? പാല് മേടിക്കുന്നില്ല. പാലൊന്നും എടുക്കാം. സംഭവം എടുത്തിട്ട് പഞ്ചസാര ഉണ്ട്. പാല് മാർച്ച് 15. ഒന്നോ പോലെ എപ്പോഴെപ്പോഴും മേടിക്കണല്ലോ അല്ലേ? രണ്ടെണ്ണം പിന്നെ പൈസ ഉണ്ടോ? നമുക്ക് ഫാമിലി വല്ല ഓർഡർ കൊടുക്കാം. എപ്പോഴെപ്പോഴും വരുന്ന രീതി. എനിക്ക് ഭയങ്കര വീഡിയോ ഒന്നും തരുന്ന രീതി. ഫാമിലി ഒരു പശുവിനെ കഴിച്ചാലോ? വീണ്ടും ഫ്രണ്ടിക്കൂടെ കെട്ടിടാ. എത്ര മേടിക്കാം നമുക്ക് വൈകിട്ട്? ഇപ്പൊ ചെന്നിട്ട് വിശക്കുന്നില്ലല്ലോ. എനിക്ക് നല്ല ചൂട് കഴിക്കണം. ചൂടോ? ഫ്ലേവർ പൊളിയാണ്. ഏത് ബീഫാ? അല്ല, വേറെ കമ്പനി. മതി. ഓരോരുത്തർക്കും ഒന്ന്. അൻതൂരം വേണ്ടല്ലോ, ജീവനും വേണ്ടേ? ബിസ്ക്കറ്റ് അടുത്ത ഓർമ്മ. എനിക്ക് വേണ്ട. പിടിച്ചേ, ഇതിപ്പോ പിടി. ഞാൻ വ്ളോഗ് എടുക്കാം. പിടിക്കടാ.
അതിലുണ്ട് 4. ഇത് റെക്കോർഡിംഗ് ആണ്. 6 പോലെ ഓഫർ വല്ലതും ഉണ്ടോ നോക്കി. കൊക്കാനോട് 2 for 1. 3. ക്യാമറയുടെ മാഗി നോക്കണം. മാഗിയുടെ വലുത് മറ്റേ ഫാമിലി പാക്ക് കൊക്കയുടെ ഫാമിലി പാക്ക് ഉണ്ടോ? കൊക്ക ജിമ്മിൽ പോകണമെന്ന് വന്ന അപ്പം തൊട്ട് ആലോചിക്കുന്നത് ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പം പാല് വെച്ചിട്ടാണ്. എന്താടാ ഇല്ല പച്ചക്കറി വെട്ടി കണ്ടിട്ടുണ്ടോ? കണ്ടുവരും. റെക്കോർഡിംഗ് ആണ്. എന്നാടാ ഒരു അച്ചാറും മേടിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അച്ചാറ് നല്ലൊരു അഭിപ്രായമാണ്. എന്തെങ്കിലും ഇച്ചിരി എരിവ് ഒന്ന് കൂട്ടി കഴിക്കണ്ടേ? മാങ്ങ നാരങ്ങ ഉണ്ടോ നോക്കിയടാ? നാരങ്ങ ചെറുങ്ങനെയാണല്ലോ നോക്കിയോ. ക്രഷ്ഡ് അത് മുളകാണ്. പൊളിക്കും. കണ്ടാണെത്തി പോകും. മൂടായി മാങ്ങ നാരങ്ങ പിടിക്കും. നാരങ്ങ മിക്സ്ഡ് ആണ്. ഉള്ളൂല്ലേ 1.99 2 പോകണ്ട. കുഴപ്പമില്ല. പക്ഷെ എരിവ് കാണത്തില്ലല്ലേ? എരിവില്ല. നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ സ്നേഹാർത്ഥം ഞങ്ങൾക്ക് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് തരിക. ഇൻസ്റ്റാഗ്രാം വഴി തരുന്നതായിരിക്കും. വന്ന് എയർപോർട്ടിൽ നിന്ന് പിക്കപ്പും ചെയ്യാം. അതെ, അച്ചാറ് മാത്രം പകർത്തതാ മതി. അച്ചാറ് മാത്രം ആക്കണ്ട, എന്തായാലും വരുമല്ലേ. കുറച്ച് ബീഫും മീനച്ചാറും ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ബീഫ് അച്ചാറും. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഇറച്ചി അച്ചാറ്, മീനച്ചാറ്, നാരങ്ങ അച്ചാറ്, മാങ്ങാച്ചാറ്. ചിക്കനോ ചേട്ടാ? അപ്പുറത്തും ചിക്കൻ വിളിച്ചു പറയുന്നത്. ഇവിടുത്തെ അച്ചാറൊന്നും ഒരു സുഖമില്ല. എത്ര ഉള്ളോടാ? പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. പാലെണ്ണം മാറ്റിയ കറക്റ്റാ. എന്നാണ് എത്ര? കാടിയ 6 ഉണ്ടോ? 56. ആരാ കഴിഞ്ഞിട്ട്? ഓക്കെ, ടോണിച്ചേട്ടൻ്റെ 1 വർഷമായി. ഒരു വർഷമായിട്ട് സെലിബ്രേഷൻ ആണ്. പാർട്ടി, 1 ഇയർ പാർട്ടി. താങ്ക് യു. ശരിക്കും പാർട്ടിയാണോ? ഞാൻ ചുമ്മാ കൊട്ടുകോഴി ആൾക്കാരെ കയറുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇനി കുറച്ച് ഫുഡിങ് പരിപാടികളിലോട്ടൊക്കെ കടക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻ്റൊക്കെ ഇട്ട് തകർക്കുക. ഓക്കെ, അപ്പം അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ ഫോളോ ചെയ്യേണ്ടവർക്ക് ഫോളോ ചെയ്യാം. ബൈ. എല്ലാവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ഒന്ന് മെസ്സേജൊക്കെ അയച്ച് ഒന്ന് സന്തോഷിപ്പിച്ചേക്കുക. വേറെ ഞാൻ കൊടുക്കത്തില്ല. അപ്പോൾ ശരി, അതാ ബൈ ബൈ.